യെസ്, നേരെ നമുക്ക് കോഴിക്കോടേക്ക് പോകാം. കോഴിക്കോട് നഗരത്തിലെ തെരുവോരങ്ങളിൽ യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെ ടാറ്റു അടിച്ചു നൽകുന്നുവെന്നാണ് അനഘ ഹർഷൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ടാറ്റു അടിച്ചു നൽകുന്നത്. ടാറ്റു ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന സൂചികൾ മറ്റും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് അവ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നു. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക് പോകാം, അതിനുശേഷം അതിൻ്റെ വിശദമായ വാർത്തകൾ നോക്കാം. वाइफ का नाम क्या है? जिया। जिया या जिया है? हाँ। जिया। इट्स कलर है? नहीं, कलर नहीं है। कलर नहीं है? हाँ, इसमें रेड, थोड़ा रेड है। रेड थोड़ा है। हाँ। कितना रुपए? ये 400 का है। 400 है? हाँ। 400 रुपए है। അനഘ, ഈ ടാറ്റു അടിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നത്തെ കാലത്തൊരു ട്രെൻഡാണ്. കാരണം അത് എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷേ ഇത് ഗുരുതരമായ പ്രശ്നങ്ങൾ, ഇത് വേണ്ട രീതിയിൽ അല്ല ഇത് ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ വലിയ പ്രത്യാഘാതങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമെന്നും പൊതുവേ ഈ ആരോഗ്യ വിദഗ്ധരൊക്കെ പറയാറുണ്ട്. ശരിക്കും ഈ കോഴിക്കോട് തെരുവുകളിൽ എന്താണ് അനഘ കണ്ടത്? പറയൂ. ഗൗതം, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് നഗരമധ്യത്തിലാണ്. ഈ നഗരത്തിലെ ഈ കാണുന്ന, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഫുട്പാത്ത് വഴികൾ, ആളുകൾ നടന്നു പോകുന്ന ഈ ഭാഗത്താണ് ഈ ടാറ്റു. ഇന്നലെയൊക്കെ തന്നെ ഇന്നലെ മുഴുവൻ ഇവർ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഭാഗത്താണ് ആ സ്ത്രീ ഇരുന്നിരുന്നത്. ഇവിടെ ഒരു ഷീറ്റ് ഉപയോഗിച്ച് മറച്ചിരുന്നു. അവിടെ വെച്ചാണ് ഇവർ ഇത്തരത്തിൽ ടാറ്റു അടിച്ചു നൽകുന്നത്. ഈ ടാറ്റു അടിക്കാനായി നിരവധി ആളുകൾ ഇവരെ അടുത്തേക്ക് എത്തുന്നുമുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത്. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ചറിഞ്ഞത്. അതായത് ടാറ്റു അടിച്ചു നൽകും. വെറും 100 രൂപ മാത്രമാണ് ഈ ടാറ്റു അടിക്കുന്നതിന് അവർ ഈടാക്കുന്നത്. പക്ഷേ അവിടെ വെച്ച് നോക്കുമ്പോൾ പുറത്ത് 1000-ഉം അതുപോലെ തന്നെ 5000-ഉം അതിലൊക്കെ മേലെയാണ് ഈ ടാറ്റു അടിക്കുന്നതിനുള്ള ചിലവ് വരിക. അതുകൊണ്ട് തന്നെ 100 രൂപയ്ക്ക് ഇവരിവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ തന്നെയാണ് ഇവരുടെ അടുത്തേക്ക് ഈ ടാറ്റു അടിക്കുന്നതിനായി എത്തുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്തരം ടാറ്റു അടിക്കുന്ന സൂചി, ആ സൂചി ഇവർ ഒരാൾക്ക് ഉപയോഗിച്ച സൂചി തന്നെയാണ് അടുത്ത് വരുന്ന മറ്റൊരാൾക്കും ഉപയോഗിക്കുന്നത്. അതായത് സൂചി കൃത്യമായി സ്റ്റെറിലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് മാറ്റുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഒരാൾക്ക് ഉപയോഗിച്ച അതേ സൂചി തന്നെ മറ്റേ വരുന്ന അടുത്ത ആളുകൾക്കും ടാറ്റു ചെയ്യാനായി ഇവർ ഉപയോഗിക്കുന്നു എന്നാണ് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചത്. മാത്രമല്ല, ഇത്തരത്തിൽ സൂചി ഉപയോഗിക്കുന്നത് എയ്ഡ്സ് അടക്കമുള്ള രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, അതിന് വഴിവെക്കുക കൂടി ചെയ്യുന്നുണ്ട്. സ്കിൻ ക്യാൻസർ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്ന കാര്യം കൂടിയുണ്ട്. അത്തരത്തിലുള്ള ഗുരുതരമായ സാഹചര്യം ഉണ്ട്. അങ്ങനെയുള്ള സാഹചര്യം ഉള്ളപ്പോഴാണ് ഇത്തരത്തിൽ ഈ നഗരത്തിൽ, ഇത് കോഴിക്കോട് മാത്രം കാഴ്ച അല്ല, പല നഗരമധ്യത്തിലും ഇത്തരത്തിൽ വഴിയോരങ്ങളിലൊക്കെ ടാറ്റു അടിച്ചു കൊടുക്കുന്ന ഇത്തരം ചെറു സംഘങ്ങൾ ഉണ്ട് എന്നതാണ്. യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഇവർ ടാറ്റു അടിച്ചു നൽകുന്നത്. ഇത് എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. അതും പക്ഷേ ഈ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചാണെങ്കിൽ ഇത്തരത്തിലുള്ള കൂട് പോലെ കുമിച്ചു പൊന്തുന്ന ഇത്തരം കേന്ദ്രങ്ങൾക്കെതിരെ യാതൊരുവിധ നടപടിയും എടുക്കാൻ ഇവിടെയുള്ള ആരോഗ്യ സംവിധാനം തയ്യാറാകുന്നില്ല എന്നതാണ്. കൃത്യമായ പരിശോധന വേണം, കൃത്യമായ നടപടി സ്വീകരിക്കണം. കാരണം പൊതുജനാരോഗ്യത്തിനെ ബാധിക്കുന്ന ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം കൂടിയാണ്. നമ്മൾ സാധാരണ പ്രൊഫഷണലി ആയിട്ടുള്ള ഒരു ടാറ്റു കേന്ദ്രത്തിൽ പോകുമ്പോൾ കൃത്യമായി നമ്മൾ ഇത്തരം നിർദ്ദേശങ്ങളുണ്ട്, അത് ഒപ്പിട്ട് നൽകണം. കൃത്യമായി സൂചി മാറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കും അവർ. കൃത്യമായ ഇങ്ക്, ഉപയോഗിക്കുന്ന ഇങ്ക്, അതിലൊക്കെ തന്നെ സുരക്ഷ ആവശ്യമാണ്. പക്ഷേ യാതൊരുവിധ സുരക്ഷയുമില്ലാതെ ഇത്തരത്തിലുള്ള വഴിയോരങ്ങളിൽ, പൊതുയിടങ്ങളിലൊക്കെ ഇത്തരം ടാറ്റു കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും ഇത് വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് വഴിവെക്കുന്നത്. കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള ടാറ്റു കേന്ദ്രങ്ങൾ പ്രവർത്തിക്കാവൂ എന്നതാണ്. എന്തായാലും ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനം ഇതിനെതിരെ കൃത്യമായിട്ടുള്ള നടപടി എടുക്കേണ്ടത് കൂടിയുണ്ട്. ഗൗതം. യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ റിപ്പോർട്ട് ചെയ്തത്. കാരണം ഈ ടാറ്റു എന്ന് പറയുന്നത് ഇത് ആധുനിക കാലത്തിൻ്റെ ഒരു ട്രെൻഡാണ്. നമുക്കറിയാം, പുതിയ തലമുറയിൽപ്പെടുന്നവർ മാത്രമല്ല, പഴയ 90s കിഡ്സ് ഉൾപ്പെടെ ഇപ്പോൾ
ടാറ്റൂസ് ഉപയോഗിക്കാറുണ്ട്. അത് നല്ല രസമാണത്, അത് അടിക്കുന്നത് കാണുവാനുമൊക്കെ. പക്ഷേ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് റോഡിൽ നിന്നും അല്ലെങ്കിൽ ഈ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ വളരെ ചെറിയ തുകയ്ക്കൊക്കെ ടാറ്റു അടിച്ച് തന്നുകളയാം എന്നൊക്കെ ചില ആളുകൾ പറയും. നമ്മൾ ആ പൈസയൊക്കെ നോക്കിപ്പോയി ടാറ്റു അടിച്ച് കഴിയുമ്പോൾ അത് വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നീടുള്ള കാലഘട്ടങ്ങളിലാകും. ചിലപ്പോൾ ഇത് ചെയ്യുന്ന സമയത്തൊന്നും ഉണ്ടാകണമെന്നില്ല. പിന്നീടുള്ള കാലത്ത് എയ്ഡ്സ് പോലുള്ള അസുഖങ്ങൾ പോലും പടർന്നേക്കാം എന്ന വളരെ ഗുരുതര സ്വഭാവമുള്ള ഒരു വിഷയമാണ്. അതാണ് അനഘ ഹർഷൻ കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്തത്.